ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി തൃശൂർ കേരള കാർഷിക സർവകലാശാല NEP നടപ്പിലാക്കിയതിന്റെ രേഖകൾ ജനൻ ടിവിക്ക് ലഭിച്ചു. കുട്ടികൾക്ക് നൽകുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പേര് മുതൽ അക്കാദമിക വിഷയങ്ങളിൽ വരെ NEP വ്യവസ്ഥകളാണ് നടപ്പാക്കുന്നത്. ദീക്ഷാരംഭം എന്ന പേരിലാണ് പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ പരിപാടി. പരമ്പരാഗത മൂല്യങ്ങളിൽ ഊന്നിയുള്ള പഠനമാകണം നടത്തേണ്ടതെന്നും സിലബസിൽ നിർദ്ദേശം. വെള്ളായണി, തൃശൂർ, പടന്നക്കാട്, അമ്പലവയൽ, കുമരകം എന്നിങ്ങനെ 5 ക്യാമ്പസുകളാണ് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ളത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, ഇത് കേൾക്കാൻ വളരെ കൗതുകം തോന്നുന്നു. കാരണം ഒരു വശത്ത് ഇവിടുത്തെ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ കരാർ ഒപ്പിട്ടതിൽ വലിയ പ്രതിഷേധമാണ് CPI നടത്തുന്നത്. മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കില്ലെന്ന ഭീഷണി പോലും വരുന്നു. എല്ലാത്തിനും മറുപടിയായി കടുത്ത തീരുമാനമെന്ന് അണിയറയിൽ കേൾക്കുമ്പോഴും ലാൽ സലാം എന്ന മറുപടി മാത്രം പറഞ്ഞ് അവരുടെ പാർട്ടി സെക്രട്ടറി അങ്ങനെ നടക്കുന്നു. അപ്പോഴാണ് കൃഷിവകുപ്പ്, CPI മന്ത്രിയുള്ള കൃഷിവകുപ്പിന് കീഴിലെ കാർഷിക സർവകലാശാലകളിലൊക്കെ NEP നടപ്പിലാക്കി ഇവിടെ ഓറിയന്റേഷൻ പരിപാടികളടക്കം തുടങ്ങുന്നത്. ഇനി ഇരട്ടത്താപ്പിന് വേറെ തെളിവ് വേണോ? കൃഷ്ണരാജ്, എന്തായാലും വലിയ രാഷ്ട്രീയ കൗതുകമാണ് ഈ വിഷയത്തിലുള്ളത്. CPIയുടെ മന്ത്രിയായിട്ടുള്ള P പ്രസാദിന്റെ വകുപ്പിന് കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, കാർഷിക സർവകലാശാലയുടെ അടിമുട്ടും മുടി വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ആ നയത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി എന്നതിന്റെ രേഖകളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. അതാണ് ജനൻ TV ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ട്. CPI ഒരു ഭാഗത്ത് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല, വിട്ടുനിൽക്കുമെന്നടക്കമുള്ള കടുത്ത നിലപാടുകൾ പറയുമ്പോൾ, ഒപ്പം തന്നെ അവരുടെ യുവജന സംഘടനകളായിട്ടുള്ള AASF-ഉം AIYF-ഉം അടക്കമുള്ളവർ തെരുവിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ NEP-ക്കെതിരെ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന്റെ നടയിലേക്കടക്കം ചെല്ലുന്ന സാഹചര്യത്തിലാണ് അവരുടെ വകുപ്പിന് കീഴിലുള്ള CPIയുടെ പ്രധാന വകുപ്പാണ് കൃഷി വകുപ്പ്. ആ വകുപ്പിന് കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയിരിക്കുന്നു. വരാൻ പോകുന്ന 2ാമത്തെ ബാച്ചിന്റെ പഠനം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ NEP-യിൽ എന്താണോ വ്യവസ്ഥ ചെയ്യുന്നത് ആ വ്യവസ്ഥകൾക്കനുസൃതമായിട്ടുള്ള പഠന രീതികൾ അവലംബിച്ചുകൊണ്ടുള്ള 2ാമത്തെ ബാച്ചിന്റെ പഠനം ഇന്ന് ആരംഭിക്കുകയാണ്. ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ ഇതിനെ ചില എതിർപ്പുകളൊക്കെ ഈ സർവകലാശാലയിൽ നിന്ന് പേരിനെ ചൊല്ലിയൊക്കെ ഉണ്ടായെങ്കിലും ആ പേരിന്റെ അവസാനം എന്താണോ നിർദ്ദേശിച്ചത് കേന്ദ്രം, ആ പേര് തന്നെ ഇട്ടുകൊണ്ട് അവർ ആ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആ നടപടികൾ സ്വീകരിക്കുകയാണ്. പരമ്പരാഗത മൂല്യങ്ങളിൽ ഊന്നിയിട്ടുള്ള പഠനമായിരിക്കണം വേണ്ടതെന്ന് പറയുന്ന ആ വ്യവസ്ഥ കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള എല്ലാ നടപടികളും കേരള കാർഷിക സർവകലാശാലയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു ഭാഗത്ത് സമരവുമായിട്ട് CPI പോകുന്നു. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന വകുപ്പ് കൂടിയാണ് കൃഷി വകുപ്പ്. ആ കൃഷി വകുപ്പിന് കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയിരിക്കുകയാണ്. കൃഷ്ണരാജ്. സാനു, അതായത് കോളേജുകളിൽ ഇത് നടപ്പിലാക്കുന്നു, കുട്ടികൾ അത് പഠിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഓറിയന്റേഷൻ പരിപാടികൾക്ക് എന്താണോ ഈ ദേശീയ വിദ്യാഭ്യാസ നയം അനുശാസിക്കുന്ന പേരുകൾ അത് പോലും അതേപടിയിട്ട് അത് തുടരുന്നുണ്ട്. മറുവശത്ത് രാഷ്ട്രീയമായൊരു നാടകം കളിച്ച് ആളെ പറ്റിക്കുന്നു. അതായത് ഈ ശബരിമലയിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കണമല്ലോ ജനങ്ങളുടെ, ഇവിടെ ഞങ്ങൾ നിലപാടുള്ള പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാൻ CPI ശ്രമിക്കുന്നു. മറുവശത്ത് ഭരണത്തിൻ്റെ ആനുകൂല്യം കൂടുതലുള്ളത് ഞങ്ങൾക്കായതുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയുന്നു. പക്ഷേ കേന്ദ്രത്തെ അനുസരിക്കില്ല എന്ന് വീമ്പിളക്കുന്നു. അങ്ങനെ അടിമുടി ഒരു നാടകം തുടരുന്നതിൻ്റെ സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഈ സംഭവം. തീർച്ചയായിട്ടും ശബരിമല വിഷയം പാർട്ടിക്ക്, അതായത് സർക്കാരിനും പാർട്ടിക്കും അടക്കം വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണോ ആവണം ഇത്തരത്തിലുള്ളൊരു നാടകം അണിയറയിൽ LDF-നകത്ത് തന്നെ തയ്യാറാക്കിയ നാടകം എന്നോണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ NEP-ക്കെതിരെ, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ തത്വത്തിൽ ഇവർ പുറത്ത് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി അടക്കം നേരിട്ട് പോയി പാർട്ടി സെക്രട്ടറി, CPIയുടെ സെക്രട്ടറിനെ കാണുന്നു, മന്ത്രിമാരെ കാണുന്നു. ഇതെല്ലാം
ഇതെല്ലാം കണ്ട് ഒരു ഭാഗത്ത് നാടകങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് തെളിയിക്കുന്നതിൻ്റെ കൂടുതൽ ദൃഷ്ടാന്തങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഭാഗത്ത് അവർ പരസ്യമായിട്ട് എതിർക്കുന്നു, അവരുടെ യുവജന സംഘടനകളെ അടക്കം തെരുവിലേക്ക് തള്ളിവിട്ട് യുദ്ധക്കളമാക്കാനായിട്ടുള്ള ഒരു നീക്കം നടക്കുമ്പോൾ മറുഭാഗത്ത് അത് സൈലന്റ് ആയിട്ട് ആരും അറിയാതെ അവർ ആ നയം നടപ്പിലാക്കുകയാണ്. ദിക്ഷാരംഭം എന്ന പേരിലാണ് ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് അവർ ഇട്ടിരിക്കുന്ന പേര് ദിക്ഷാരംഭം എന്നാണ്. ആദ്യഘട്ടത്തിൽ അതിനെതിരെ ഒരു ചെറിയ എതിർപ്പ് മാത്രമാണ് അവർ ഉയർത്തിയത്. ആ നിലപാടിൽ ഉറച്ചു നിന്നതോടുകൂടി ആ പേര് കൂടി നൽകിക്കൊണ്ട് എന്താണോ ആ നയം വ്യക്തമാക്കുന്ന ആ നയത്തെ ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് കാർഷിക സർവകലാശാല മാറുകയാണ്. ഇന്നലെ കൂടി CPIയുടെ സംസ്ഥാന സെക്രട്ടറി അതിനർത്ഥം ഈ ഉയർന്ന വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന സർവകലാശാലകൾ, കോളേജുകളൊക്കെ ഇത് അംഗീകരിച്ചു കഴിഞ്ഞു. അവർക്കറിയാം വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എത്രമാത്രമാണ് മാറി വന്നതെന്ന്. എന്നിട്ടും സർക്കാർ അംഗീകരിക്കാൻ തയ്യാറല്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായിട്ടുള്ള മാറ്റം തന്നെയാണ് ഈ ഒരു വ്യവസ്ഥയിലൂടെ അനുവർത്തിക്കാൻ പോകുന്ന, അല്ല നടപ്പിലാക്കാൻ പോകുന്ന. ആ വ്യവസ്ഥയെ എല്ലാ സർവകലാശാലകളും എല്ലാ സംസ്ഥാനങ്ങളിലും ഇരുകൈ നീട്ടി സ്വീകരിക്കുമ്പോഴാണ് ഇവിടെ ചില എതിർ സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിനെ താറടിച്ച് കാണിക്കുന്ന നിലയിലേക്കുള്ള സമരാഭാസങ്ങളൊക്കെ നടത്തി അതിനെ വില കുറച്ച് കാണാനായിട്ടുള്ള നീക്കം നടത്തിയിട്ടുള്ളത്. എന്തായാലും അത്തരം നീക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇപ്പോഴും പുരോഗമിക്കുന്ന വേളയിലാണ് അവരുടെ കീഴിലുള്ള വകുപ്പുകൾ തന്നെ, അവരുടെ കീഴിലുള്ള സർവകലാശാലകൾ തന്നെ ഇപ്പോൾ ആ നയം നടപ്പിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കുന്നു എന്നുള്ള മട്ടിലെ, അല്ലെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ കൃഷ്ണരാജ്, ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴും CPI അതിലെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ആരംഭിക്കുന്ന കാർഷിക സർവകലാശാലയിൽ ഇന്ന് ആരംഭിക്കുന്ന 2ാം ബാച്ചിന്റെ പഠനം ഇന്ന് ആരംഭിക്കും. ആ ബാച്ചിന്റെ പഠനം ആരംഭിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം എന്താണോ മുന്നോട്ട് വയ്ക്കുന്നത് ആ നയത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇന്ന് തൊട്ട് ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ നയം അവർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കോളേജിൽ അല്ലെങ്കിൽ സർവകലാശാലയിൽ അവർ കൃത്യമായിട്ട് നടപ്പിലാക്കിയിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് അവരുടെ ക്ലാസ്സുകൾ ആരംഭിക്കും. ആ 10 മണിക്ക് ആരംഭിച്ച ക്ലാസ് എന്താണോ ദേശീയ വിദ്യാഭ്യാസ നയം അനുവർത്തിക്കുന്നത് അത് തന്നെ നടപ്പിലാക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിലവിൽ ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ ആരംഭിച്ചിട്ടുള്ളത്. വെള്ളായണി, തൃശ്ശൂർ, പട്ടണക്കാട്, അമ്പലവയൽ, കുമരകം തുടങ്ങിയ 5 ക്യാമ്പസുകളാണ് കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്നത്. ആ 5 ഇടങ്ങളിലും ഈ നയം നടപ്പിലാക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഇന്ന് തൊട്ട് ആരംഭിക്കുന്നത്. ശരി, ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്തെ കാർഷിക സർവകലാശാല നടപ്പിലായി കഴിഞ്ഞു. അതിന് കീഴിൽ വരുന്ന കോളേജുകളിലൊക്കെയും അത് ഇപ്പോഴുണ്ട്. ഓറിയന്റേഷൻ പ്രോഗ്രാം തുടരുന്നു. അക്കാദമിക വിഷയങ്ങളിൽ NEP വ്യവസ്ഥകൾ പാലിക്കുന്നു. എന്നിട്ടും CPI മന്ത്രിയുടെ കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ ഇതൊക്കെ നടപ്പാക്കിയിട്ടും സംസ്ഥാനത്ത് ഇത് പാടില്ല എന്ന് ഒളിച്ചു കളിക്കുന്നു, ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു CPI. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.